ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, അതിന് ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞിട്ട് വരാം. ഒന്ന്, എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റില് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവില്ല. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്റെ ടീമും എന്നിൽ നല്ല കോൺഫിഡന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുള്ള വിശ്വാസമുണ്ട്, ഉറപ്പാണ്. സിനിമ എത്ര, എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, എത്രത്തോളം വലിയ വിജയമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ദേവദൂതൻ 24 വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല. ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത്. അറിയില്ല, കണ്ടില്ലേ, ഡെഡ്പൂളിനെയും കാട്ടിലും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെഡ്പൂളിനെ കാട്ടിലും, അതുപോലെ തന്നെ ധനുഷിന്റെ 50th മൂവി ഉണ്ടായിരുന്നിട്ട് അതിനേക്കാളും കളക്ഷൻ ദേവദൂതൻ ബാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര 24 വർഷങ്ങൾക്ക് ശേഷം. അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് വിജയത്തിനെ പരാജയത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ പോസ്റ്ററിന്റെ കാര്യം ഇപ്പോൾ ചോദിച്ചതിൽ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ലൈക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പ്രത്യേക മതവിഭാഗത്തിനെ ബന്ധപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ആ ഒരു ക്രോസ് സിമ്പൽ, ഒരു ഹോളി ക്രോസ് ഒരു ന്യൂ ബോഡിയിൽ വന്നതായിരിക്കാം ഇപ്പോഴേക്ക് അങ്ങനെ ചോദിക്കാൻ കാരണമായത്. അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നമ്മളൊരു പ്രത്യേക മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കുരിശു വന്നുകൊണ്ടാണ് ക്രൂശിക്കാൻ എന്നുള്ള വാക്ക് കയറി വന്നത്.